എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുക, ഉണ്ടാക്കി ശരിയാവാത്തവർക്ക് പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ ശരിയാവും. നല്ലതുപോലെ പൊങ്ങി വരുന്ന നല്ലൊരു നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ചിക്കൻ കറി, അതുപോലെ ബീഫ് കറി, അങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയാണ് ഈ ഒരു നെയ്പ്പത്തിൽ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. നെയ്പ്പത്തിലിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുങ്ങിക്കിടക്കുന്നതിലും കുറച്ച് കൂടുതലായിട്ട് ഈ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ചെറിയൊരു തരിയോട് കൂടെ അരച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ വലിയൊരു ബൗളിലേക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് പൊടിയോ ഇട്ടിട്ട് മിക്സാക്കി എടുക്കാനുള്ളതാണ്. ഈ സെയിം ജാറിലേക്ക് തന്നെ ഞാൻ ഒരു അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ ഫുള്ള് വേണമെങ്കിൽ ഒരു തേങ്ങ ഫുള്ള് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്പ്പത്തലിന്. ഒരു 10 ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഒരു ചെറിയൊരു സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഒതുക്കിയെടുത്തതിന് ശേഷം ഞാൻ ഈ ബാറ്ററിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് അരിഞ്ഞു പോകരുത്, ഒതുക്കിയെടുത്താൽ മാത്രം മതി. പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ലൂസായിട്ടായാലും കുഴപ്പമില്ല, നമ്മൾ ഇതിൽ പൊടിയിട്ടിട്ട് മിക്സ് ആക്കുന്നതാണ്. പിന്നെ നമ്മൾ അരി അരക്കുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ തേങ്ങയും ഉള്ളിയും ജീരകവും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാം. പക്ഷേങ്കിൽ അതാവുമ്പോൾ നല്ലോണം അരിഞ്ഞു പോകും, അന്നേരം പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതുപോലെ പിന്നീട് ഒതുക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഞാൻ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇത് ഒറോട്ടിക്കും പത്തിലിനെല്ലാം നമ്മൾ കണ്ണൂരെല്ലാം പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന ഒറോട്ടിൻ്റെയും പത്തിലിൻ്റെയും പൊടി ഉണ്ടാവും, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും പല കമ്പനീൻ്റെയും പാക്കറ്റിൽ വാങ്ങാനെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒറോട്ടിപ്പൊടി അല്ലെങ്കിൽ പത്തിരിപ്പൊടി എന്നെല്ലാം പറഞ്ഞിട്ട്, പത്തിൽ പൊടി എന്ന് പറഞ്ഞിട്ട്, പത്തിരിയല്ല പത്തിൽ പൊടി എന്നെല്ലാം പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. അജ്മീൻ്റെയും അതുപോലെ ഡബിളേഴ്സിൻ്റെയും അങ്ങനെ ഒരുപാട് കമ്പനീൻ്റെത് ഉണ്ട്. പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന മാവ് അത് എല്ലാവർക്കും കിട്ടും, അധികം സൂപ്പർ മാർക്കറ്റിലും ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. അതാകുമ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാം. മറ്റേ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കരുത്, അതാകുമ്പോൾ നെയ്പ്പത്തിൽ ശരിയായിട്ട് കിട്ടൂല. പിന്നെ പല രീതിയിലും നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയത്, 2 മില്യൺ വ്യൂസ് ആവാനായത് നെയ്പ്പത്തിൻ്റെ റെസിപ്പിക്കാണ്. 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയ നെയ്പ്പത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനാണ് ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് കിട്ടിയത്. അപ്പോൾ അതുപോലെ വേണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നല്ലതുപോലെ കുഴച്ച് കയ്യിൽ ഉരുട്ടി പിടിക്കാൻ പാകത്തിന് ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്തിട്ട് ഉരുട്ടി പരത്തിയെടുക്കണം. അപ്പോൾ ഞാനിത് കയ്യിൽ അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ചെറിയൊരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഒരുപാട് തിക്നെസ് വേണ്ട, ഇതിൽ കാണുന്ന രീതിയിലൊന്ന് പരത്തിയെടുത്താൽ മതി. ഞാനൊരു കഷ്ണം ബട്ടർ പേപ്പറാണ് കട്ട് ചെയ്ത് വെച്ചിന് ഇത് പരത്താൻ വേണ്ടിയിട്ട്. ഒന്നിക്കിൽ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ വെച്ച് പരത്തിയെടുത്താൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും കവർ ഉണ്ടാവുമല്ലോ, അതാറ്റം വെച്ചിട്ട് പരത്തിയെടുക്കുക. അല്പം ഓയിൽ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം, അതിനുശേഷം വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലൊരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇത് ചൂടായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാവ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ പരത്തിയ നെയ്പ്പത്തിലും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടിലായിരിക്കണം. അതിനുശേഷം തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ബാക്കി വേവിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നല്ലതുപോലെ ഉള്ളൊക്കെ വെന്ത് കിട്ടൂ. ഇട്ട് കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല ബോൾ പോലെ പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് എണ്ണ മുകളിൽ തെളിയിച്ച് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നല്ലതുപോലെ പൊങ്ങി കിട്ടും. പൊങ്ങാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതുവരെ പൊങ്ങി വരും. അപ്പോൾ ഇതുപോലെ മുകളിൽ ഇങ്ങനെ തെളിയിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച്. ഇനി ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട ഭാഗവും കൂടി ഒന്ന് നല്ലതുപോലെ കളറൊക്കെ മാറി ഈ ഒരു രീതിയിൽ ആവുമ്പോൾ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് വെക്കുക. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ബാക്കിയുള്ളതും എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക, പരത്തി കൊടുക്കുക. അതിനുശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണ നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ ഒന്ന് കുറച്ചിട്ട് ചുട്ടെടുക്കുക. തീ നല്ലോണം കുറച്ചാലും ഇത് ശരിയാവില്ല, അതുപോലെ തന്നെ തീ നല്ലോണം കൂട്ടിയാലും എണ്ണ ഓവർ ചൂടായാലും ഇത് ശരിയാവില്ല. അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം. പിന്നെ തീ അല്പം ഒന്ന് കുറച്ച് വെച്ചിട്ട് ബാക്കി റെഡിയാക്കിയെടുക്കുക. അങ്ങനെ ചുട്ടെടുത്താൽ നല്ല നെയ്പ്പത്തിൽ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്തതും ഇതുപോലെ റെഡിയായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം.
നെയ്പ്പത്തിലെല്ലാം ചുട്ടതിന് ശേഷം ചൂടോടെ തന്നെ ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കിയത്. ബീഫ് റോസ്റ്റ്, ബീഫ് കറി, ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചത്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടിയും നല്ല ടേസ്റ്റാണ് ഈ ഒരു നെയ്പ്പത്തിൽ. ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു നെയ്പ്പത്തിലിൻ്റെ റെസിപ്പിയാണ്. എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.